ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 2022 അല്ലേ. നമുക്ക് 2022 നമ്മുടെ കസ്റ്റമായിട്ടുള്ളൊരു കലണ്ടർ സെറ്റ് ചെയ്താലോ, നമ്മുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു കലണ്ടർ ഉണ്ടാക്കിയാലോ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പണച്ചിലവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 25 രൂപ 30 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു കലണ്ടർ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ, ഫോട്ടോ ഫണി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു പെർമിഷൻ ചോദിക്കും, അത് നമുക്ക് അലോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാലണ്ടർ എന്ന ഭാഗമുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണിത്. ഇവിടെ നമുക്ക് ഇയറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് 2022 തന്നെയാണ്. ഇവിടെ ചൂസ് ഫോട്ടോ എന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്നും നമ്മുടെ ഏതാണോ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സിംഗ് ആവും, നമ്മുടെ ഫോട്ടോ ഒന്ന് ലോഡാവും. ഓക്കെ, കണ്ടോ, സിമ്പിളായിട്ടൊരു കാലണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഏറ്റവും ടോപ്പിൽ റെഗുലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എത്ര സൈസിലാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ലാർജ് ഉണ്ട്, റെഗുലർ ഉണ്ട്, സ്മാൾ ഉണ്ട്. നമുക്കൊരു ലാർജ് സെലക്ട് ചെയ്യുവാണെങ്കിൽ വലിയൊരു കലണ്ടർ ടൈപ്പ് കിട്ടും. അപ്പോൾ ലാർജ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാർജ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലാർജ് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാനത് നോക്കുന്നില്ല. നിങ്ങളത് സൈസ് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു പ്രിൻ്റർ കടയിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു കളർ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ എനിക്കൊന്നൊരു 30-35 രൂപ ആകത്തുള്ളൂ, അതിലൊതുങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.